കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. കണ്ണാ, ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നേ? എന്തു പറ്റി മുഖത്തൊരു വാട്ടം? ഹലോ, ആരോടെങ്കിലും അടി കിട്ടാ? ഇല്ല. ഇല്ലേ? സുമേഷ് മാമൻ കളിയാക്കിയ നിന്നെ? ഇല്ല. പിന്നെ എന്തു പറ്റിയെന്ന്? ഒന്നുമില്ല. എന്റെ നല്ല കുട്ടിയല്ലേ, എന്താന്ന് അമ്മേനോട് പറ. ഞാൻ നല്ല കുട്ടിയല്ല. എന്താ ഇങ്ങനെ പറയുന്നേ? എപ്പോഴും ഗുഡ് ബോയ് ആണെന്ന് വേണ്ടേ പറയിപ്പിക്കാൻ? ഗുഡ് ബോയ് ആവണ്ട. ചേട്ടാ, ഇത് മൊത്തം ഇടംതിരിഞ്ഞാണല്ലോ. കണ്ണാ, ഇനി എന്റെ സ്വഭാവം മാറിയ എന്താ കാര്യം നീ മര്യാദയ്ക്ക് പറയുന്നുണ്ടോ? എനിക്ക് അച്ഛന്റെ സ്നേഹം വേണം. അത്ര ഉള്ളായിരുന്നോ? നിക്ക് എന്റെ ഫോൺ എവിടെ നോക്കട്ടെ. അമ്മ, അച്ഛൻ ഇവിടെ വന്ന് എന്നെ സ്നേഹിക്കണം. അച്ഛൻ ഇവിടെ വന്ന് എന്നെ സ്നേഹിക്കണം. എടാ, ഇവിടെ വന്ന് സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ നടപടിയാവുന്ന കാര്യമാണോ? ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? പറ്റൂല്ലേ നമ്മ പറയാ? പറ്റൂലെന്ന് പറഞ്ഞാലോ? ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛന്റെ വീട്ടിൽ പോകും. എന്റെ ദൈവമേ, ഇത് വലിയ കാര്യമാണല്ലോ. എന്റെ കണ്ണ, അച്ഛൻ വീട്ടിലില്ല, അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണ്. നടപടിയാവുന്ന കാര്യമൊന്നുമല്ല. നിനക്ക് ഇതിപ്പോ എവിടുന്ന് കിട്ടിയ അച്ഛന്റെ സ്നേഹം വേണമെന്നും പറഞ്ഞോണ്ട്? എനിക്ക് അച്ഛന്റെ സ്നേഹം വേണം, അത്രേ ഉള്ളൂ. ഈശ്വര, അച്ഛന്റെയും കൂടെ ചേർത്ത് അമ്മ തരുന്നില്ലേ സ്നേഹം? അച്ഛന്റെ അമ്മയുടെ സ്നേഹം അമ്മ തരുന്നുണ്ട്. അമ്മയാണ് അമ്മേന്റെ സ്നേഹം, അച്ഛൻ്റെ അച്ഛന്റെ സ്നേഹം. ഇത് വലിയ കഷ്ടമാണല്ലോ. നിനക്കിപ്പോ എവിടുന്ന് കിട്ടി ഇങ്ങനത്തെ വർത്താനമൊക്കെ? ഇവിടെ അമ്മന്റെയും അച്ഛന്റെയും സ്നേഹം കിട്ടുന്നുണ്ട്. ആം ചേച്ചിക്കും ശമ്പു ചേട്ടനും. ശരി, ഇത് വലിയ കഷ്ടമാണല്ലോ. ദേ, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് കണ്ണാ. നിനക്ക് രണ്ടുപേരുടെ സ്നേഹം കിട്ടുന്നുണ്ട്. അച്ഛനെവിടെ? ദൈവമേ, ഇവൻ വലിയ വർത്താനം മാത്രമേ പറയുന്നുള്ളല്ലോ. ഇപ്പൊ അച്ഛന്റെ സ്നേഹം ഇങ്ങനെ തരാൻ പറ്റത്തുള്ളൂ. അമ്മ വേണമെങ്കിൽ വിളിക്കുന്നു, ഞാൻ അച്ഛന്റെ വീട്ടിൽ പോവാം. അല്ല, എങ്ങനെ പോകും അച്ഛന്റെ വീട്ടിലേക്ക്? ഞാൻ അച്ഛന്റെ മൊബൈൽ വിളിച്ച് പറയും, അച്ഛൻ എന്നെ ഒന്ന് കൊണ്ടുപോകും. ഓ, ഫുള്ള് പ്ലാൻഡ് ആണ് അപ്പം? അതെ. ആ, ശരി. എന്നാ നീ അച്ഛന്റെ വീട്ടിൽ പോക്കോ. അപ്പൊ പിന്നെ അമ്മയുടെ സ്നേഹം എങ്ങനെ കിട്ടുമോ എന്തോ? അമ്മേന്റെ സ്നേഹം കിട്ടണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നോളാം. എന്നാലും നീ ഒരു വകയ്ക്ക് അടങ്ങൂല അല്ലേ? നീ പോകുന്നത് ഞാനൊന്ന് കാണട്ടെ. അവൻ ബാഗും എടുത്ത് ഇറങ്ങാൻ. എനിക്ക് പോണം. നീ പോവണ്ട. നീ പോണ്ടപ്പോ ഞാൻ പറയും. ഓ, ഞാൻ പോവും. എടാ, നിന്റെ അച്ഛൻ പുതിയ കാറ് മേടിക്കുന്നൊക്കെ പറയുന്നതായിട്ട്. ആര് പറഞ്ഞു? ജോലിക്കൊക്കെ തിരിച്ചു വരില്ല, അപ്പൊ കാശ് കിട്ടുമല്ലോ, അപ്പൊ മേടിക്കാമല്ലോ. പറയാത്ത താമസം ചെന്ന് പറഞ്ഞു കൊടുത്താൽ ഇപ്പൊ മാറ്റി തരും. അതെന്ത് നിന്റെ അച്ഛൻ നിന്റെ അടുത്ത് സ്നേഹമൊന്നും ഇല്ലേ? ചിറ്റപ്പ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ പൈസ ചെലവാകുന്ന കാര്യം അച്ഛൻ പറഞ്ഞാൽ സമ്മതിക്കില്ല. അതെന്താ കാരണം എന്നറിയാമോ? രാവിലെ വീട്ടിൽ കുഞ്ഞുണ്ണിയുടെ മോനായിട്ട് ചിറ്റപ്പന് പിശുക്കൊന്നുമില്ലേ? എടാ പിശുക്കാൻ എന്റെ ഇതേ ഉള്ളടാ, ഇത് ഭയങ്കര ഇത്. നീ എന്തുവാടാ ചെറുക്കനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നേ? സംഗീതം. മഹാസാഗരൻ. തമാശ കളിക്കുമല്ല സുമ. നിനക്ക് അറിയോ ചെറുക്കൻ എന്തൊക്കെയാ പറഞ്ഞോണ്ട് നടക്കുന്നതെന്ന്? എന്തൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നത്? അവനിപ്പോ അച്ഛന്റെ സ്നേഹം വേണമെന്ന്. അങ്ങനെ സ്നേഹത്തിന് കാറ്റഗറി ഒക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊന്നും നിനക്ക് അറിഞ്ഞൂടെ? എനിക്കെങ്ങനെ അറിയാനാ? ഇവിടെ എന്നെ അച്ഛൻ സുമേഷേന്ന് വിളിക്കും, അമ്മ മോനെ സുമേഷേന്ന് വിളിക്കും. അതിന് മുമ്പ് എന്താ ചേർക്കുന്നത് എനിക്കൊരു അറിയത്തില്ല. എന്റെ സുമയ, അത് നിന്റെ കാര്യം. പക്ഷെ എന്റെ ചെറുക്കന്റെ കാര്യം അങ്ങനെയാണോ? ഇത് ഈ പിള്ളേരെന്തോ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചത് തന്നെ. പറഞ്ഞ ഞാൻ അവൾ കൂടെയാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ ആമി ചേച്ചിക്ക് ശംഭു ചേട്ടനും അച്ഛനും അമ്മയുണ്ട്. എനിക്കാണെങ്കിൽ അച്ഛൻ ഇല്ലാന്ന് പറഞ്ഞ അവൻ പറഞ്ഞത്. ആ കൊച്ചു പൈതൽ അവന്റെ അച്ഛനെ സ്നേഹം ചോദിച്ചു, വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. കുത്ത അങ്ങോട്ട് തരും കേട്ടോ തീർക്ക. കുത്തു തരുന്നോ? എടി, ഇത്തിരി പോന്ന ആ പിഞ്ച് പൈതല് അവന്റെ അച്ഛന്റെ സ്നേഹം ചോദിക്കുന്നത് തെറ്റാണോ? അത് കൊടുക്കാതിരിക്കുന്നതാണ് തെറ്റ്. അത് കൊടുക്കാതിരിക്കുന്നത് അതിവിടെ ആരും കൊടുക്കാതിരുന്നിട്ടില്ല, അതാണ് തെറ്റ്. എടാ, ഡെയിലി ശിവേട്ടനെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ ശിവേട്ടൻ കൊറിയറിൽ അവന് വേണ്ട സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കൂടുതൽ എന്തോ വേണം? എന്നാ പിന്നെ പറ, നിന്റെ മൺമാതിരത്ത് കൊറിയറിൽ കുറച്ച് സ്നേഹം കൊടുത്തരാൻ. കൊറിയർ സ്നേഹം അയച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ നീ കുറച്ചാഴ്ച മുമ്പേ ആ ശാലുവിന് ദേഷ്യം വെച്ച് കൊടുത്തില്ലായിരുന്നു? പച്ചത്ത് പറയട്ടോ, ഞാനേ ആ പൈതലൊന്ന് കണ്ടിട്ട് വരട്ടെ. എന്ത്? കുറച്ച് സ്നേഹം കൊടുക്കട്ടെ അവന്. അച്ഛന് സ്നേഹം കിട്ടാതിരിക്കുമല്ലേ? ആർക്കും തോൽക്കാതെ പാവം മണ്ണുമാന്തി കരഞ്ഞിട് കണ്ണൻ മോൻ കാവൽ ശിവാളിയൻ അപ്പച്ചിയുടെ മരുമോനായി വാഴും മണ്ണുമാന്തി. മാറിയില്ലേ നിന്റെ ലളിതേ? റേഷൻ കടയിൽ നിന്ന് അരി കിട്ടി. പഞ്ചസാര ഇല്ല, 2 ദിവസം കഴിഞ്ഞല്ലാന്ന് പറഞ്ഞു. എന്താ ഈ പുതിയ റേഷൻ കാർഡ് കിട്ടിയാ? റേഷൻ കാർഡൊക്കെ കിട്ടി, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം? എന്ത് പ്രശ്നം? എടി, അതെ, ഇതിനകത്ത് എല്ലാവരുടെയും പേരുണ്ട്, പക്ഷെ സുമേഷിന്റെ പേര് മാത്രമില്ല. അയ്യോ, അതെങ്ങനെ പറ്റി? ആർക്കറിയാം? ഞാൻ എല്ലാവരുടെ പേരും കൃത്യമായിട്ട് എണ്ണ വിട്ട് പറഞ്ഞു കൊടുത്താ, പക്ഷെ അവര് പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തില്ലാന്ന്. നല്ല സുമേഷിന്റെ പേര് മാത്രം എങ്ങനെയാ നിങ്ങൾ മറന്നു പോന്നേ? എടി, അതല്ലേ വലിയ പുലിവാലായിരിക്കുന്നത്. ഇനി ഒന്നേന്ന് അക്ഷയ കേന്ദ്രത്തിൽ പോയി പേര് കൂട്ടിച്ചേർക്കണം. വലിയ തൊന്തരമാണെന്ന് ഇതൊക്കെ. എന്തൊക്കെയാണേലും നിങ്ങൾ ഇപ്പൊ സുമേഷിനോട് പറയാൻ നിൽക്കണ്ട. അവന്റെ പേര് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ മറന്നുപോയെന്നെങ്ങാൻ അവൻ അറിഞ്ഞ ആ ചെറുക്കനീ വീട് തിരിച്ചു വെക്കും. അത് ശരി, എന്തൊരു വർത്താനോടി. അപ്പൊ നീ അതങ്ങ് വിശ്വസിച്ചിരിക്കുവാണോ? എടി, സ്വന്തം കെട്ടിയവനല്ലേ, ഒന്ന് വിശ്വസിക്ക്.
എനിക്ക് വിശ്വാസക്കുറവിന്റെ അല്ല, എന്റെ പ്രശ്നമല്ല. പക്ഷെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയം. ചേട്ടി തൽക്കാലം നീ ഇതിവിടെ ആരോടും പറയണം, പ്രത്യേകിച്ച് ആ സുമേഷ് അറിയേ ചെയ്യരുത്. നിങ്ങള് സുമേഷ് അറിയുന്നതിന് മുന്നേ അവന്റെ പേരെങ്ങനെയാലും ഈ റേഷൻ കാർഡ് ചേർക്കാനുള്ള വഴി എന്താന്ന് നോക്ക്. എന്റെ ദൈവമേ, ഇനി ആ ചെറുക്കനെങ്ങാനും ഇത് അറിഞ്ഞ. നീ ആരോടും പറയാനൊന്നും നിൽക്കണ്ട, ഞാനിന്ന് പോയി ശരിയാക്കിക്കോളാം. പറയുന്നില്ല. ആയിക്കോട്ടെ. നീ പറഞ്ഞേക്കരുത് കേട്ടാ.